ഷെയ്ഖ് ഹസൻ ഖാൻ മൗണ്ടനിയറാണ്, എവറസ്റ്ററാണ്, സോഷ്യൽ ചേഞ്ച് മേക്കറാണ്. അവതാരിക പറഞ്ഞ പോലെ ആദ്യത്തെ മലയാളി. അവതാരിക പറഞ്ഞ പോലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രായം ചെന്ന ആൾക്കാർ, അത്രയും സൗകര്യങ്ങളില്ലാത്ത കുട്ടികളെ ഇവർക്ക് വേണ്ടിയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഒരു ഇടത്തര പന്തളത്തുള്ള ഒരു ഇടത്തര കുടുംബത്തിലുള്ള ഹസൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഇപ്പോൾ ലീവിലാണ്, പന്തളത്തുകാരനാണ്. സെഷനിലേക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഹസനോട് ചോദിക്കാനുള്ളത് ഇതാണ്: എങ്ങനെയാണ് ഈ മൗണ്ടനിയറിങ്ങിലേക്ക് കിടക്കുന്നത്? എന്തായിരുന്നു താങ്കളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രതിഭേട്ടനും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ആദ്യം പറയുകയാണ്. മൗണ്ടനിയറിങ്ങിലേക്ക് വരാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പന്തളംകാരനാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു ലക്ഷ്യമുള്ളത് എന്നെ ഒരു സർക്കാർ ജോലിക്കാരനാക്കണം, എന്നെ ഒരു പ്യൂണാക്കി മാറ്റണമെന്നായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ കഠിനമായി ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ബിടെക് പാസ്സായി, എംടെക് പാസ്സായി. അതിനുശേഷം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി, സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി, KSEBയിൽ ജോലി കിട്ടി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായിട്ട് കിട്ടി, പരീക്ഷ എഴുതിയതെല്ലാം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിവിൽ സർവീസ് IAS കാരനാവണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഡൽഹി കേരള ഹൗസിലേക്ക് ഞാൻ ഡെപ്യൂട്ടേഷൻ മേടിച്ച് പോയതാണ്. അപ്പോൾ അവിടെ പോയി 2-3 വർഷം ഞാൻ കഠിനമായിട്ട് പഠിച്ചിട്ട് എനിക്ക് ആ ഒരു കടമ്പ കിടക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഇപ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് പോകാറുണ്ട്, ഗവൺമെൻറ് ഓഫ് കേരള റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് 2022 ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ് നടത്താൻ പോവുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു, 2017 അറിഞ്ഞു. അപ്പം സാറിപ്പം ഈ എന്താ പറയുക, നമ്മുടെ ഈ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ 25ാമത് വാർഷികത്തിനല്ലേ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു മീറ്റിങ്ങിനിടയ്ക്ക്, കൂട്ടുകാർ കൂടിയിരുന്ന മീറ്റിങ്ങിനിടയ്ക്ക്, നിനക്കെന്താ മൗണ്ടനിയറിങ്ങിൽ എന്താ പറയുക, മൗണ്ട് എവറസ്റ്റ് കയറിക്കൂടെ എന്ന് ആരോ ചോദിച്ചു. ചുമ്മാ അത് ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് എനിക്ക് മൗണ്ടനിയറിങ്ങിൽ ഒരു ബന്ധവുമില്ല. ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്ന് ട്രിഗർ ചെയ്തിട്ടാണ് ബേസിക്കലി ഞാൻ ഈ മൗണ്ട് എവറസ്റ്റ് കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ഉത്തരകാശിയിൽ അവിടെ പോയിട്ട് ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് HMI ഡാർജിലിംഗിലാണ്, അവിടെ പോയിട്ട് അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സ് പഠിച്ചു. അതിനുശേഷം ഇന്ത്യയിലെ മൗണ്ട് സതോപന്ത് അങ്ങനെ കുറച്ച് പീക്സ് ഉണ്ട്, അതെല്ലാം കയറി. അതിനുശേഷം ആഫ്രിക്കയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് കിളിമഞ്ചാരോ കയറി. അങ്ങനെയാണ് 2022 ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക, എനിക്ക് തോന്നുന്നത് ഈ ഇരിക്കുന്ന ആളിൻ്റെ അത്രയും വലിപ്പമുള്ള ഇന്ത്യൻ ദേശീയ പതാകയായിട്ടാണ് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ പോകുന്നത്. അത്രയും വലിയ 30-20 അടി വീതിയുമുള്ള ദേശീയ പതാക എവറസ്റ്റിൻ്റെ മുകളിൽ പറപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ശരിക്കും മൗണ്ടനിയറിംഗിലേക്ക് ഞാൻ വന്നത്. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ഈ പർവ്വതങ്ങളൊക്കെ കയറി ആരോ ഒരു സുഹൃത്ത് പറഞ്ഞു, അപ്പോൾ നമുക്ക് തോന്നി. പക്ഷെ അത്ര എളുപ്പമല്ല, നമുക്ക് വിളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഏതൊക്കെ ഈ കൊടുമുടികൾ കീഴടക്കിയാലും ആദ്യത്തെ ചോദ്യം ആരുടെയാണ് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചായിരിക്കും, ഉറപ്പല്ലേ? എല്ലാവരും ചോദിക്കുന്നതും ഹസനോട് ചോദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ ശരിക്കും. മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന സമയം അത്ര എളുപ്പമായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ സംഭവിച്ച ചില മുഹൂർത്തങ്ങൾ, ചില മോമെൻറ്റ്സ് ഓർത്തെടുക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും വേണ്ടി? വളരെ പെട്ടെന്ന് പറയാം. മൗണ്ട് എവറസ്റ്റ് പോകണമെങ്കിൽ ഏകദേശം 60 days നമ്മൾ മൗണ്ടനിൽ കൂടെ നടക്കണം. മാത്രമല്ല അറൗണ്ട് 45 lakhs ചിലവുണ്ട്. അപ്പോൾ ആദ്യം ഈ പൈസ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കടമ്പ. അപ്പം അങ്ങനെ 45 lakhs ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ പിരിച്ചെടുത്തും കടം മേടിച്ചും പിന്നെ ഗോൾഡ് ലോണൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ 45 lakhs സംഭരിച്ചിട്ട് എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നത്. ആ കൂട്ടത്തിൽ ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്, പിന്നെ അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കും. അപ്പം അങ്ങനെ ഫിറ്റ്നസ് ഉണ്ടെന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ അഹങ്കാരമായിട്ടാണ് ഞാൻ മൗണ്ട് എവറസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ 2022 ഏപ്രിൽ 1-ാം തീയതി കാഠ്മണ്ഡുവിലെത്തി. 15 ദിവസം നടന്ന് ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. അതിനുശേഷം ഡയറക്റ്റ് അങ്ങ് എവറസ്റ്റ് കയറുകയല്ല ചെയ്യുന്നത്. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിന് തൊട്ടടുത്തുള്ള ലബൂച്ച ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു 6100 മീറ്ററുള്ള ഒരു പർവ്വതം കയറിയിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും, അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എവറസ്റ്റിൻ്റെ ക്യാമ്പ് 3 വരെ പോകും. 7200 മീറ്റർ വരെ പോയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ വരും. എന്നിട്ട് വെതർ വിൻഡോയ്ക്ക് വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും.
വെതർ ഏകദേശം മെയ്യിൻ്റെ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും വെതർ വിൻഡോ ക്ലിയർ ആവുന്നത്. എവറസ്റ്റിൻ്റെ മുകളിൽ കൊടുങ്കാറ്റൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ കയറുന്നത്. സാറ്റലൈറ്റൊക്കെ യൂസ് ചെയ്ത് അവർ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയം കയറാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മളിങ്ങനെ ഈ 50 days കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 30 days കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ ഒരു ചുമ വരാൻ തുടങ്ങി. അതിന് കുംബു കഫ എന്നാണ് പറയുന്നത്, ഡ്രൈ കഫ. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ എന്ന് പറയും. നമ്മുടെ ശ്വാസകോശത്തിൽ എന്താ പറയുക ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു രോഗമാണ്. പിന്നെ ചുമയായിരിക്കും. അപ്പോൾ പിങ്ക് സ്പൂട്ടൻ നമ്മളിങ്ങനെ ചുമച്ച് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും, ചോര ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 30 days കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അസുഖം വന്നു. എന്നിട്ട് കമ്പനി എന്നെ തിരിച്ചു പോകാൻ നിർബന്ധിക്കുകയും, കാരണം ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഷെർപ്പയുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനും കൂടെ അപകടമായിരിക്കും. കമ്പനി സമ്മതിക്കത്തില്ല. കമ്പനി എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു. പക്ഷേ ഞാൻ തിരിച്ചു പോയില്ല. തിരിച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ താഴെ നാംചെ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മൊത്തം ബുദ്ധിസ്റ്റ് ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ ഞാൻ ഒരാഴ്ച പോയി താമസിച്ചു. അസുഖം ഇച്ചിരി കുറഞ്ഞു. കാരണം ഞാൻ ഡിസെൻഡ് ചെയ്തിരിക്കുക, 3400 മീറ്ററിലേക്ക് വന്നിരിക്കുക, 5300 നിന്ന്. അപ്പോൾ അങ്ങനെ ആരോഗ്യം അങ്ങോട്ട് മെച്ചപ്പെടാതിരിക്കുന്ന സമയത്താണ് ഈ വെതർ വിൻഡോ ഓപ്പൺ ആവുന്നത്. അപ്പം ബേസ് ക്യാമ്പിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടി, 2 ദിവസം കൊണ്ട് ബേസ് ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് താഴേക്ക് പോകേണ്ടി വരും. എൻ്റെ 5 വർഷത്തെ പ്രിപ്പറേഷൻ, 45 ലക്ഷം രൂപ കടം, ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം, ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക, ഇതൊക്കെ ആ 2 ദിവസം. അപ്പം ഞാൻ 3-4 ദിവസം കൊണ്ട് താഴേക്ക് ഇറങ്ങിയത് 2 ദിവസം കൊണ്ട് തിരിച്ച് ഞാൻ ഓടിക്കയറി എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി. അപ്പോൾ ടീം അന്ന് രാത്രി നമ്മൾ യാത്ര ചെയ്യുന്നത് മഞ്ഞിലൂടെ. കാരണം സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകിയിട്ട് നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ രാത്രി യാത്ര ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് പോയി. ഞങ്ങൾ ക്യാമ്പ് 1-ലെത്തി. ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്യാമ്പ് 2-ലെത്തി, ക്യാമ്പ് 3-ലെത്തി, ക്യാമ്പ് 4-ലെത്തി. 5ാമത്തെ ദിവസം ക്യാമ്പ് 4-ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് സോൺ എന്ന് അറിയപ്പെടുന്നത്. അവിടെ ഇവിടുത്തെ ഓക്സിജൻ്റെ 1/10 ഉള്ളു അവിടെ. അപ്പോൾ ക്യാമ്പ് 2-ന് ശേഷം നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഫുൾ ടൈം വെച്ചിട്ടായിരിക്കും മേളിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ രോഗബാധിതനായിട്ട് പോയ സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ മെക്കാനിക്സ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഈ ഓക്സിജൻ സിലിണ്ടർ ആ സമയം കൃത്യമായി റെഗുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ പെട്ടെന്നൊരു സിലിണ്ടർ എനിക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് ഓടിക്കോളാൻ പറഞ്ഞു. കാരണം ടീം പോയി കഴിഞ്ഞു. ഇവരുടെ കൂടെ പോയില്ലെങ്കിൽ ഒരു കമ്പനി നമ്മളെ വിടത്തില്ല മുകളിലേക്ക്, ടീമായിട്ടേ സബ്മിറ്റ് ചെയ്യാൻ വിടത്തുള്ളൂ. അപ്പം അങ്ങനെ ക്യാമ്പ് 4-ൽ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് നടക്കുന്ന സമയം എൻ്റെ ഷെർപ്പ വന്നിട്ട് എൻ്റെ ഓക്സിജൻ സിലിണ്ടർ അദ്ദേഹം റെഗുലേറ്റ് ചെയ്ത്, ഷെർപ്പ എന്തോ തെറ്റ് പറ്റിയിട്ട് 1.5 or 2-ൽ വെക്കേണ്ടതിന് പകരം അത് 15-ൽ വെച്ചു. നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുമല്ലോ. 15-ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്, മാക്സിമം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആവും. നമ്മൾ സൂപ്പർമാനായിട്ട് മാറും. സീരീസിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാലൂസിനേറ്റഡ് ആവും. അപ്പോൾ ഒരു 7,800 മീറ്റർ 26,000 അടിയിൽ ദേശീയ പതാക 6 കിലോയുടെ ദേശീയ പതാക പുറകെ വെച്ച് ഞാൻ സൂപ്പർമാനായി മാറി നിൽക്കുക. മെയ് 14-ാം തീയതി രാത്രി 8 മണിക്ക് -30 തണുപ്പ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പം റോപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ക്യാമ്പ് 4-ൽ നിന്ന് എവറസ്റ്റിൻ്റെ മുകളിൽ വരെ. റോപ്പ് പിടിച്ചൊരു 12 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ മുകളിലെത്താം. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ രാത്രി 8 മണിക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് മുമ്പ് എത്തണം. അപ്പം 15 മണിക്കൂർ കൊണ്ട് നമുക്ക് കയറി ഇറങ്ങിയാൽ മതി. ഞാൻ ഈ സൂപ്പർമാനായി മാറിയോണ്ട് എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കൊണ്ട് മേളിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ റോപ്പിൽ പിടിക്കാതെ, ഞാൻ ഹാലൂസിനേറ്റഡ് ആയല്ലോ, ഞാൻ റോപ്പിൽ പിടിക്കാതെ ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദേശ ക്ലൈംബേഴ്സൊക്കെ ഇവന് പ്രാന്താണെന്ന് തന്നെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരിക്കലും ഒരാൾ പോകത്തില്ല. റോപ്പ് ഇടുന്ന പാത മാത്രമാണ് തെളിച്ചിട്ടുള്ളത്, മീൻസ് നേരത്തെ ഷെർപ്പ പോയിട്ട് ഉറപ്പിച്ചിട്ടുള്ള പാത. ബാക്കി പാതയിൽ എന്ത് ഡേഞ്ചറും ഉണ്ടാവാം. അപ്പം ഞാൻ 8,400 മീറ്ററിലാണ് അടുത്ത സിലിണ്ടർ വെച്ചിരിക്കുന്നത്. ആ സിലിണ്ടർ പോയി എടുക്കണം ഈ സിലിണ്ടർ തീരുന്നതിന് മുമ്പ്. പക്ഷേ 20 മീറ്റർ താഴെ വെച്ചിട്ട് എൻ്റെ ഈ സിലിണ്ടർ തീർന്നു. ഒരു 90 ഡിഗ്രി വോളാണ്. ആ വോൾ ക്ലൈംബ് ചെയ്താൽ മുകളിൽ എവറസ്റ്റിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ അടുത്ത സിലിണ്ടർ ഇരിക്കുന്നത്. 20 മീറ്റർ താഴെ വെച്ച് തീരുന്നു. ഇപ്പം നമുക്ക് നിലവിളിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ മുഖം വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. കാരണം രാത്രി 3 മണിയാണ്. എൻ്റെ മുഖത്ത് ഒരു ലൈറ്റ് വെച്ചിരിക്കുക, ഭയങ്കര പ്രകാശമുള്ള ലൈറ്റ്. അപ്പം ബാക്കിയുള്ളവർക്ക് പ്രകാശം മാത്രമേ കാണത്തുള്ളൂ, ആരാന്ന് അറിയത്തില്ല. ഞാൻ അവിടെ കിടന്ന് കയറിയിരുന്ന് ക്ലൈംബേഴ്സിനോടൊക്കെ ബെക്ക് ചെയ്യുന്നുണ്ട് സിലിണ്ടറിന് വേണ്ടി. ആരും തരത്തില്ല, ഷെർപ്പന്മാരും തരത്തില്ല. അപ്പോൾ ഒരാൾ മാത്രം എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മുകളിൽ പോയിട്ട് ഞങ്ങളുടെ ടീമിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു ഷെർപ്പ ഒരു സിലിണ്ടർ എടുത്ത് താഴേക്ക് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 15 മിനിറ്റ് ഞാൻ ഓക്സിജൻ ഇല്ലാതെ മരണം എൻ്റെ മുന്നിൽ ഞാൻ കണ്ടു. എൻ്റെ ഈ വലത്തൊക്കെ ഒഴിച്ച് ബാക്കി ശരീരം മുഴുവൻ ഫ്രീസായി. നമ്മുടെ ഈ ഓക്സിജനാണ് ശരീരത്തിൽ ചൂട് തരുന്നത്, നമുക്ക് ഹീറ്റ് തരുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം വെറും തണുത്ത് കട്ടിയായിട്ട് പോകും. ഓക്സിജനോട് താഴെ വരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 റെഗുലേറ്റർ ഉണ്ട്. ഈ റെഗുലേറ്റർ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ 2 റെഗുലേറ്റർ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കണക്ട് ആവുന്നില്ല. കാരണം -30 ഡിഗ്രി തണുപ്പാണ്. പിന്നെ 70 ഡിഗ്രി സ്ലോപ്പിൽ ഞാൻ ആങ്കർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റെഗുലേറ്ററിൻ്റെ ചുറ്റും ഐസ് ഘനീഭവിക്കും.
അപ്പോൾ ഈ റെഗുലേറ്ററും ഓക്സിജൻ റെഗുലേറ്ററിൻ്റെ നമ്മുടെ മാസ്കും തമ്മിൽ കണക്റ്റ് ആവത്തില്ല, ഈ ഓക്സിജൻ പുറത്തേക്ക് പോകും. പിന്നെ അത് കണക്റ്റ് ആവാത്തതുകൊണ്ട് ഷെർപ്പ അദ്ദേഹത്തിൻ്റെ സിലിണ്ടറും മാസ്കും എനിക്ക് തന്നിട്ടാണ് ഞാൻ വീണ്ടും 8400 കയറുന്നത്. ശരിക്കും ഈ സമയത്തൊക്കെ എനിക്ക് തിരിച്ചു വരാനായിരുന്നു എളുപ്പം. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിൽ എങ്ങനെയെങ്കിലും ക്ലൈംബ് ചെയ്യണം, ആ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റി. അങ്ങനെ വീണ്ടും 8800 മീറ്ററിൽ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതാണ് ഫൈനൽ ഹഡിൽ നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി. അതൊരു ചെറിയ പോർഷനാണ്. 15 ഭൂകമ്പത്തിൽ ആ പോർഷൻ മൊത്തം ഡിസ്റ്റോർട്ടായി. ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് കയറാൻ വേണ്ടി. കാരണം പണ്ട് ഐസ് മാത്രമേ ഉള്ളൂ, അതിപ്പം റോക്ക് എക്സ്പോസ് ആയിരിക്കും. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, റോക്ക് എക്സ്പോസ് ആയി. അപ്പോൾ നമ്മുടെ ഈ ഷൂവിൻ്റെ അടിയിൽ മുള്ളു പോലൊരു സാധനമുണ്ട്, ക്രാമ്പോ എന്നുണ്ട്. അത് ഈ റോക്കിൽ ചവിട്ടിക്കാൻ നമ്മൾ തെന്നി അടിച്ച് വീഴും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒരു 5-6 പ്രാവശ്യം തെന്നി അടിച്ച് വീണ് എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ മുകളിലോട്ട് പോകുന്നത്. അവിടെ കുറച്ച് ഡെഡ് ബോഡികളൊക്കെ കിടപ്പുണ്ട്. ഏകദേശം 200ഓളം ഡെഡ് ബോഡികൾ എവറസ്റ്റിൻ്റെ പല ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് ഒരു 2 ഡെഡ് ബോഡി ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കല്ലിൽ ചവിട്ടി ഉരുണ്ട് വീഴുന്ന സമയത്ത് ഞാൻ ഈ ഡെഡ് ബോഡിയുടെ മുകളിലൊക്കെയാണ് വീണത്. ശരിക്കും ആ ഡെഡ് ബോഡി എന്നെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ വീഴുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ക്രാമ്പ് തെറിച്ചു പോയി, ഈ മുള്ളു പോലത്തെ സാധനം. അപ്പം വലത്തെ കാലിൽ മാത്രമേ എനിക്ക് ഗ്രിപ്പുള്ളൂ, ഇടത്തെ കാലിൽ ഗ്രിപ്പില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ ഐസിൽ ചവിട്ടി കഴിഞ്ഞാൽ ബ്ലൂ ഐസാണ്, ഭയങ്കര കരിങ്കല്ലത്ത് പോലത്തെ ഐസാണ്, മഞ്ഞല്ല. അപ്പോൾ ഇതിൽ ഈ ക്രാമ്പോഡ് ഇല്ലാതെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തെന്നിയടിച്ച് വീഴും. അപ്പോൾ അങ്ങനെ അവസാനം അപ്പോഴും എനിക്ക് തിരിച്ചിറങ്ങുന്നതായിരുന്നു എളുപ്പം. വീണ്ടും അവസാനത്തെ 2 മണിക്കൂർ ഞാൻ ഒരു കാലിൽ ഗ്രിപ്പില്ലാതെ ഒരു കാലിൽ ക്രാമ്പോഡ് വെച്ചിട്ടാണ് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തുന്നത്. ഇതാണ് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുമ്പോൾ എവറസ്റ്റ് കയറി, അതിന് മുമ്പ് കിളിമഞ്ചാരോ കയറി, ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു, ഓക്സിജൻ ഇല്ലണ്ടായി, ഫ്രോസ്ബൈറ്റ്, വീഴുന്നു, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഹസൻ പിന്നെയും ഈ അടുത്ത മൗണ്ടനിലേക്ക് കയറാൻ പോകാനുള്ള പ്രചോദനം എന്താണ്? അതാണ് നമ്മുടെ ടൈറ്റിലും. എന്താണ് നിങ്ങൾ അങ്ങോട്ട് വീണ്ടും മാടി വിളിക്കുന്നത് ഈ മൗണ്ടൻ? എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ജീവിതത്തിൽ മരണം വരെ നിരന്തരമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ എനിക്കറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നിർത്തി, ഞാൻ വലിയ പ്രഗത്ഭനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മരണം വരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒക്കെ ആക്റ്റീവായിട്ടിരിക്കത്തുള്ളൂ. ആ കാര്യം മാത്രം എനിക്കറിയാം. ഒരു പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അപ്പം തന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്യും അടുത്ത പർവ്വതം ഏതാണ്. അപ്പം അങ്ങനെ നിരന്തരമായ പർവ്വതങ്ങളിലേക്ക് ഞാൻ പൊക്കോണ്ടേയിരിക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചാലും മരണം വരെയും കയറിയാലും തീരാത്ത അത്രയും പർവ്വതമുണ്ട്. അപ്പം മരിക്കുന്ന വരെ പർവ്വതം കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ മോട്ടിവേഷണൽ ഫാക്ടർ. എവറസ്റ്റിൻ്റെ മുകളിൽ താഴെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അടുത്ത പർവ്വതത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ മൈൻഡിൽ വരുന്നത്. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എവറസ്റ്റിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടു, ഈ ബുദ്ധിമുട്ടുകൾ കേട്ടു. പക്ഷേ എവിടെയോ ഹസൻ പറഞ്ഞ കേട്ടു, എവറസ്റ്റിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള മൗണ്ടൻസ് ഈ 7 സമ്മിറ്റിൽ ഉണ്ടായിരുന്നു എന്ന്, പ്രത്യേകിച്ചും ഡെനാലി, നോർത്ത് അമേരിക്കയിലുള്ളത്. അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? വൈ ഡെനാലി ഇത്രയും ടഫാവുന്നു? എവറസ്റ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷെർപ്പന്മാരുണ്ട്. ഷെർപ്പന്മാരെന്ന് വെച്ചാൽ ഏകദേശം 5000 മീറ്ററിൽ 4500 മീറ്റർ ജനിച്ച് വളരുന്ന അവിടുത്തെ ആൾക്കാരാണ്. അവരുടെ രക്തധമനികൾ നമ്മളെക്കാളും വലിപ്പം കൂടുതലാണ്, അവരുടെ ബ്രെയിനും ആയിട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അവർ കുള്ളന്മാരാണ്. ഈ കൂടുതൽ ബ്രെയിൻ അവരുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ. അപ്പം അവർ വേറെ തന്നെ മനുഷ്യന്മാരാണ്. അവരുടെ ഹെൽപ്പ് നമുക്ക് ഈ പറയുന്ന എവറസ്റ്റിലുണ്ട്. പക്ഷേ ഈ മൗണ്ട് ഡെനാലി അത് നോർത്ത് അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, അലാസ്കയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ സമ്മറിലാണ് പോകുന്നത്, അവിടെ രാത്രി കാണത്തില്ല, പകൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ തെറ്റും, നമുക്ക് രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല. രണ്ടാമത്തെ വെച്ചാൽ അവിടെ ഈ ഗൈഡിൻ്റെ ഹെൽപ്പില്ല, നമ്മൾ സോളോ ആയിട്ടാണ് പോകേണ്ടത്. ഞാനും എൻ്റെ അമേരിക്കയിലെ 4 ഫ്രണ്ട്സുമായിട്ടാണ് പോയത്, പ്രായമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളൊരു 70 കിലോ നമ്മൾ വലിച്ചുകൊണ്ട് പോകണം. ഏകദേശം 25 കിലോ നമ്മുടെ ബാക്ക് പാക്കിലും ബാക്കി 40 കിലോ 21 ഡേയ്സിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വലിച്ച് വേണം കയറ്റാൻ. ഈ ഡെനാലിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പും എവറസ്റ്റിൻ്റെ ടോപ്പും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലാണ് ഡെനാലിയിൽ. ഡെനാലിയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് 600 മീറ്ററാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 6100 മീറ്ററാണ്. ആ ഒരു ഡിസ്റ്റൻസ് സത്യം പറഞ്ഞാൽ എവറസ്റ്റിനേക്കാളും കൂടുതൽ ക്ലൈംബ് ചെയ്യാനുള്ള ഡെനാലിയാണ്. അപ്പോൾ ഡെനാലിയിൽ ഞാൻ ഈ വെയിറ്റ് വലിക്കുന്ന സമയത്ത് എൻ്റെ എല്ലുകൾ പൊട്ടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് കാരണം എനിക്ക് മേളിലോട്ട് കയറിയേ പറ്റും. ഒരു പർവ്വതത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് എനിക്ക് മേളിൽ എത്തണമെന്ന് ആഗ്രഹം, അണ്ടിലാണ് ഞാൻ മരിച്ചില്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡെനാലിൽ പോകുന്ന വഴിക്ക് ചില പോർഷനൊക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ലെഡ്ജിനകത്താണ് 40 കിലോ സാധനങ്ങൾ വെച്ച് കെട്ടുന്നത്. ഈ സ്ലെഡ്ജ് ചിലപ്പോൾ ഏതെങ്കിലും ക്രിവാസിലേക്ക് അങ്ങ് പോകും, കുഴിയിലേക്ക്.
അപ്പോൾ നമ്മളും അതിലേക്ക് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എവറസ്റ്റിൽ ഈ മലയുടെ ഈ മഞ്ഞുമലകൾക്കിടയിൽ വലിയ കുഴികളുണ്ട്, ക്രിവാസ് എന്നാണ് പറയുന്നത്. ആ ക്രിവാസിൻ്റെ ഇടയ്ക്ക് ഏണി വെക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഐസ് ഫോൾ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സേവനം എവറസ്റ്റിലുണ്ട്. പക്ഷേ ഇവിടെ ഐസ് ഫോൾ ഡോക്ടർമാരില്ല. ഇവിടെ ഈ ചെറിയ എന്താ പറയുക വലിയ കുഴികളുടെ മുകളിൽ ചെറിയ ഐസ് കനീഭവിച്ച് ഈ കുഴികൾ മറഞ്ഞു കിടക്കും. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കുഴിക്കകത്ത് വീഴും. അപ്പോൾ അങ്ങനെ 2-3 ക്രിവാസിൽ വീണിട്ട് ഞാൻ വെട്ടിക്കയറിയൊക്കെയാണ് മുകളിലേക്ക് വന്നത്. എൻ്റെ ഒരു ഗ്ലൗസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഫ്രോസ്റ്റ് ബൈറ്റ് -51 ഡിഗ്രി സെൽഷ്യസ് വരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മളിപ്പോൾ 2 പേരുടെ പോകണം, നമ്മൾ തമ്മിൽ റോപ്പ് ചെയ്യും. ഇപ്പോൾ സാറ് കുഴിയിൽ വീഴുകയാണെങ്കിൽ സാറ് ഞാൻ അറസ്റ്റ് ചെയ്യും, ഞാൻ വീണിട്ട്, എന്നിട്ട് സാറിനെ വലിച്ചു കയറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ മൗണ്ടനെയർ ആകുന്നത് നമ്മൾ ഈ മൗണ്ട് ദനാലിലാണ്. മൗണ്ട് ദനാലിൽ പോയിട്ട് ഞാൻ അവിടെ 3 ദിവസം കാറ്റിന് ബ്ലിസാർഡ് അടിച്ചിട്ട് 3 ദിവസം ടെൻറ്റിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. ബ്ലിസാർഡ് അടിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ വഴികളൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴി അമേരിക്കയാണ്. അമേരിക്കക്കാർ കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്, അവർക്ക് ഈ ഹെൽപ്പൊന്നും ആവശ്യമില്ല. പോകുന്ന വഴിക്ക് മൊത്തം മഞ്ഞ് മാത്രമേ ഉള്ളൂ, വൈറ്റാണ്. പോകുന്ന വഴിക്ക് വഴി കാണിക്കാൻ വേണ്ടി ചൂരൽ പോലത്തെ കമ്പുകളാണ് വെച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കാറ്റടിച്ച് ഏതെങ്കിലും ക്രിവാസിൻ്റെ മുകളിൽ പോയിരിക്കും. അപ്പോൾ നമ്മൾ നടന്ന് ക്രിവാസിൽ പോയിട്ട് അതിനകത്ത് വീഴും. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി 12 മണിയാകുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ഒന്ന് മങ്ങും, എന്നാലും പ്രകാശമുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം സെലക്ട് ചെയ്ത് ക്യാമ്പുകളാണ് മനസ്സിലായത്. അത് വലിയ ക്രിവാസിൻ്റെ മുകളിലാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത്. ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോഴേ നമ്മുടെ ചൂട് കൊണ്ട് മഞ്ഞുരുകും. നല്ലപോലെ ഉരുകിയാലും ഞങ്ങൾ 2 പേരും ഈ കുഴിക്കകത്ത് പോയത്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഇതിനെ വേണ്ട കൈസ് ഇങ്ങനെ ഒരു ചെറിയ പാളിയായിട്ട് തന്നെ പോയത്. അപ്പം അങ്ങനത്തെ ഒരുപാട്. പിന്നെ നമ്മളുടെ ഈ 21 ദിവസത്തെ നമ്മളുടെ മാലിന്യം, നമ്മളുടെ ഹ്യൂമൻ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് റേഞ്ച് ഓഫീസറിന് കൊടുക്കണം. എന്നിട്ട് തൂക്കി നോക്കും അവർ. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ പെനാൽറ്റി അടിക്കും. അപ്പം ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഭക്ഷണം തൂക്കിക്കൊണ്ട് പോകണം, തിരിച്ചു വരുമ്പോൾ ഇതും തൂക്കിക്കൊണ്ട് പോകണം. ഇത് അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ എളുപ്പമായിരിക്കുമെന്ന്. തിരിച്ച് സ്ലഡ്ജ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ കയറുമ്പോൾ സ്ലഡ്ജ് പുറകിലല്ലേ, അവൻ നമ്മൾ അങ്ങോട്ട് വലിക്കും. തിരിച്ചിറങ്ങുമ്പോൾ ഈ സ്ലഡ്ജ് നമ്മുടെ ഫ്രണ്ടിൽ വരും. ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ഈ വളരെ കേർവ്ഡായിട്ടുള്ള സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത്. അതിനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ് അവിടുത്തെ പർവ്വതങ്ങൾക്കുള്ളത്. സ്ക്യൂറൽ മൗണ്ടൻ അങ്ങനെയൊക്കെ ഉണ്ട്. സ്ക്യൂറലിൻ്റെ നമ്മൾ ഈ ആ ഒരു ടൈപ്പിലൊക്കെയാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോലെ ഈ സാധനം ഇങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് നടക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ മൗണ്ട് ദനാലി തന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ആരോ എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു മാരത്തോൺ ഓടുന്ന ഒരാളുടെ ഷോൾഡേഴ്സിൽ ഏതാണ്ട് ഇഷ്ടികയുടെ 2-3 ബാഗ് വെച്ച് കെട്ടുന്ന ഒരു മാരത്തോൺ ഓട്ടക്കാരൻ്റെ അവസ്ഥയാണ് മൗണ്ടനിയറിൻ്റെ എന്ന് പറയുന്നുണ്ട്. അത്തരം ഒരു അനുഭവമായിരിക്കും ഈ ഡനാലി പോലത്തെ ഉള്ള ഈ മൗണ്ടനിയറിംഗ് സംഭവിക്കുന്നത്. അബ്സല്യൂട്ട്ലി. എവറസ്റ്റിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 10 to 12 കിലോസ് നമുക്ക് തൂക്കിയാൽ മതി, ബാക്കി ഷെർപ്പന്മാർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ദനാലിൽ ദനാലിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തീപ്പെട്ടി, ഒരു ലൈറ്റർ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലൈറ്റർ തീർന്നു പോയി കഴിഞ്ഞാലും വേറെ ആരും തന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഈ 12 days 21 ഡേയ്സിനിടയ്ക്ക് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ വെതർ മോശമാണെങ്കിൽ വിമാനം പറന്ന് വരത്തില്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഹെലികോപ്റ്റർ വരത്തില്ല. ദനാലിയുടെ പ്രത്യേകത, ദനാലിയെക്കുറിച്ച് പറയുന്നത് ദനാലി മേക്സ് ഇറ്റ്സ് ഓൺ വെതർ എന്നാണ് പറയുന്നത്. അതൊരു വെതർ സിസ്റ്റം ഉണ്ടാക്കും, അത് പുറത്തുനിന്ന് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇത്രയും ഡേഞ്ചറസ് ആണ്. അത്ര ഡേഞ്ചറസ് ആണ്. ഇനി ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. എവറസ്റ്റിൽ കയറി കഴിഞ്ഞപ്പോൾ താങ്കളുടെ ഫീലിംഗ് എന്തായിരുന്നു? കാരണം 75th ഇയർ ഇൻഡിപെൻഡൻസ് സമയത്താണ് ഫ്ലാഗ് ഉയർത്താൻ കയറുകയാണ്. അപ്പോൾ നിങ്ങളുടെ മൊമെൻറ്റും അതിനേക്കാട്ടിലും മറ്റൊരു എക്സൈറ്റിംഗ് മൊമെൻറ്റും ചുരുക്കി അതിൻ്റെ എന്തായിരുന്നു ഫീലിംഗ്? എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഞാൻ ദേശീയ പതാകയായിട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഞാനിത് ഡൽഹിയിൽ നാഷണൽ ഫ്ലാഗ് ഞാൻ പറഞ്ഞുണ്ടാക്കിയ നാഷണൽ ഫ്ലാഗാണ്. അപ്പം ഇത് പാരച്യൂട്ട് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാറ്റ് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്നപ്പോൾ ഉയർത്താൻ എന്നെ ഷെർപ്പന്മാർ സമ്മതിച്ചില്ല. മുകളിൽ 2 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ടിബറ്റിലേക്ക് പറന്നു പോകും. ഒരു സൈഡ് ചൈനയും ഒരു സൈഡ് നേപ്പാളുമാണ്. അപ്പോൾ കാറ്റ് ടിബറ്റിലോട്ടാണ് അടിക്കുന്നത്. പറന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് ഉയർത്താൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ 26,000 ഫീറ്റിൽ മീൻസ് ക്യാമ്പ് 4 കൊണ്ടുവന്നിട്ടാണ് ഞാൻ അൺഫോൾ ചെയ്തത് ആ നാഷണൽ ഫ്ലാഗ്. ഭയങ്കര നാഷണൽ ഫ്ലാഗായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം. പിന്നെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസോട് ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലയിലെയും പിന്നെ ഡൽഹിയിലെ ഒരു കുട്ടിയുടെ നിന്നും ഞാൻ പെയിൻറ്റിങ് കളക്ഷൻസ് കൊണ്ടുപോയായിരുന്നു. അത് ഞാൻ വിചാരിച്ചു എവറസ്റ്റിൻ്റെ മുകളിൽ പ്രദർശിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതും എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. കാരണം മുകളിലെത്തിയപ്പോഴത്തെ എനിക്ക് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമനറി എഡീമ എനിക്ക് നിർത്താൻ പറ്റാതെ ഞാൻ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 20 minutes ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുന്നതിനേക്കാൾ ഡേഞ്ചറാണ് ഇറങ്ങുന്നത്. കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ അതെൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെ തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിയാലും നമുക്കിത് സക്സസ്ഫുൾ സബ്മിറ്റാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓൾ ദ ടൈം എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ വരുന്ന വഴിക്ക് ക്യാമ്പ് 4 നമ്മൾ സ്റ്റേ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഡെത്ത് സോണിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അവിടെ രാത്രി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഉറങ്ങുമ്പോഴും വെച്ചുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. സിലിണ്ടർ നിന്ന് പോയാലോ തീർന്നാലോ നമ്മൾ മരിച്ചു പോകും ഓക്സിജൻ കിട്ടാതെ. അപ്പം അവിടെ ഉറങ്ങാറില്ല. പക്ഷേ എൻ്റെ കൂടെ വന്നൊരു അമേരിക്കൻ ക്ലൈംബറിന്, അദ്ദേഹം ഇന്ത്യക്കാരനാണ്, അമേരിക്കൻ സിറ്റിസണാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്രാമ്പായിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് രാത്രി ഞാൻ കിടന്നു. എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു രാത്രി അതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഉണരുമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടും കൈ കെട്ടി, അദ്ദേഹം 50 വയസ്സുള്ള മനുഷ്യനാണ്. രണ്ടുപേരും കൈയും കെട്ടി ഞങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉണരാമെന്ന് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. 36 മണിക്കൂർ 2 ലിറ്റർ വെള്ളത്തിലാണ് ഞങ്ങൾ എവറസ്റ്റ് കയറുന്നത്. 2 ലിറ്റർ വെള്ളം. കാരണം 1 ലിറ്റർ വെള്ളം തിളക്കാൻ ഏകദേശം 3 മണിക്കൂറോളം വേണം. അത്രയ്ക്ക് പ്രഷർ കുറവാൻ പാടില്ല. അപ്പോൾ ഷെർപ്പയ്ക്ക് വരെ നമുക്ക് അത്രയും വെള്ളം ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ. അപ്പം ഫുഡും ഇല്ലാതെ ആ ഒരു ക്യാമ്പ് 4 ഇങ്ങനെ കിടന്ന് ഞങ്ങളുടെ ഹെൽത്ത് വീണ്ടും താഴോട്ട് പോയി. അങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന വഴിക്കൊക്കെ വേറെ ഓരോ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി എവറസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, എല്ലാം ഓക്കെ ആണെന്നുള്ളതല്ല, തിരിച്ച് വരുന്നതിനെ കുറിച്ചായിരുന്നു മെയിനായിട്ട് എൻ്റെ ചിന്ത. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹസൻ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ കൂട്ടത്തിൽ മൗണ്ടനിയേഴ്സ് ഉണ്ട് കേട്ടോ. അറിയാലോ, കുറച്ച് പരിചയപ്പെട്ടു. അപ്പോൾ കിളിമഞ്ചാരോ കയറിയവരും ബേസ് ക്യാമ്പിലെത്തിയവരും ഇതിനെക്കാട്ടിലും ഹസൻ തന്നെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യം ഈ കൂട്ടത്തിലുണ്ട്. അവിടെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യമാണ് ഇത്. അതായത് സാധാരണ പർവ്വതങ്ങൾ, ഹിമാലയസിൽ തന്നെ സാധാരണ പർവ്വതങ്ങൾ പലപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുന്ന പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഈ പറയുന്ന 7 സമ്മിറ്റുകളിൽ, എവറസ്റ്റ് അടക്കമുള്ള വലിയ സമ്മിറ്റുകൾ, ചില വളരെ അരഗൻ്റായിട്ടുള്ള മനുഷ്യരെ പോലെ ഒരു തരത്തിലും സ്നേഹം തരാതെ റഫായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങളെ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരഗൻസാണ് ബേസിക്കലി നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മൗണ്ടൻസിനൊരു പ്രത്യേകതയുണ്ട്. മൗണ്ടൻസ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ അതിൻ്റെ മുകളിൽ കയറ്റത്തുള്ളൂ. മൗണ്ടൻസ് വിചാരിക്കണം, അതിൻ്റെ വെതർ കറക്റ്റാക്കി തരണം. ഈ എവറസ്റ്റ് കയറുന്ന സമയത്ത് എവറസ്റ്റിൽ ചോമോലുക്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവിയുണ്ട് പോലും. ചോമോലുക്മ ഒരു ദേവിയുണ്ട്. അപ്പോൾ ആ ദേവിയെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ എവറസ്റ്റിന് മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നാണ് വിശ്വാസം. ടെൻസിങ് ഒക്കെ ഏകദേശം 10-15 പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ടാണ് എവറസ്റ്റിന് മുകളിൽ എത്തുന്നത്. അവസാനം ഈ ദേവിയെ പ്രസാദിപ്പിച്ചിട്ടാണ് അദ്ദേഹം എവറസ്റ്റ് കയറുന്നതെന്നാണ് സ്റ്റോറി. ശരിക്കും സത്യം പറഞ്ഞാൽ അതാണ്, ഈ മൗണ്ടൻ വിചാരിച്ചാൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിലെത്തത്തുള്ളൂ. അല്ലാതെ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ നശ്വരതയും മനുഷ്യനൊന്നുമല്ലെന്ന് തെളിയിക്കുന്ന ചില സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മൗണ്ടൻസിൽ കൂടെ പോകുമ്പോൾ വളരെ റഫായിട്ടുള്ള ടെറൈനാണ്. നമുക്കവിടെ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ തീർന്നു കൂട്ടിക്കും. കാരണം നമ്മുടെ അരഗൻസാണ് ബേസിക്കലി മൗണ്ടൻസും ഈ നേച്ചറും ഇല്ലാതാക്കി തരുന്നത്. അതിന് ബെസ്റ്റ് പ്ലേസ് മൗണ്ടൻസ് തന്നെയാണ്. അപ്പോൾ മൗണ്ടൻസ് അരഗൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില മനുഷ്യന്മാർ അരഗൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലർ ഞാനിപ്പോൾ കയറിയേക്കാവുന്ന രീതിയിൽ പോകുമ്പോഴായിരിക്കും ഒരു കൊടുങ്കാറ്റ് വരുമോ ഒരു അവലാഞ്ച് വരുമോ ചെയ്ത് അവന് പോകാൻ പറ്റാതാവുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണല്ലോ, അപ്പം മൗണ്ടൻസ് വിളിച്ചിട്ടില്ല ഇതുവരെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മൗണ്ടൻസ് ഇപ്പോഴും നിങ്ങൾ അടുത്തൊരു വലിയൊരു പ്രോജക്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഹസൻ ഒന്ന് പറയാമല്ലോ. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം എവറസ്റ്റ് കയറിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം കയറിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറണം. അപ്പം 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറി. അത് ചിലിയിലെ അഗ്നിപർവ്വതമാണ്, ഓഹോസ് ഡെൽ സലാഡോ. അപ്പോൾ അതും കയറി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ കയറാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മരണം വരെ മലകൾ കയറിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടിയുള്ള എൻ്റെ പ്രൊജക്റ്റാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ 5 വർഷം കൊണ്ട് കയറുക എന്നുള്ളതാണ് എൻ്റെ പ്രൊജക്റ്റ്. വേൾഡ് പീസ് പ്രൊജക്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 195 കൺട്രീസിലെ ഹയസ്റ്റ് പീക്സ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളെ ശ്രമിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, അവിടുത്തെ ഷെയ്ഖുമാരെ കാണുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്നെ സ്പോൺസർ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്പോൺസർഷിപ്പ് കിട്ടിയില്ലെങ്കിലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് 3 ദിവസം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഉറങ്ങാൻ എനിക്ക് സ്ഥലങ്ങളൊന്നും വേണ്ട. ഞാൻ അത്യാവശ്യം വൈൽഡായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് എനിക്ക് എല്ലാം കയറാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ വർഷം തന്നെ ഞാൻ ആ യാത്ര ആരംഭിക്കും. ഈ വർഷം തുടങ്ങും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് വായിച്ച് കേട്ട അറിവാണ് ഇത്. നിങ്ങൾ ഒരു ബോക്സ് ടിക്കിനെ പോലെ ടിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് അറിയാലോ ഇതിനെക്കുറിച്ച്. ഈ
മൗണ്ടൻസ് കയറുന്നതിൻ്റെ ഒരു 7 ഘടകങ്ങൾ നിങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കും എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നു. ഒന്ന്, ഫിസിക്കൽ ഫിറ്റ്നസ്. അത് ഹസനെ കാണുമ്പോൾ നമുക്കറിയാം, ഇത്ര ദിവസം ഭക്ഷണം കഴിച്ചെങ്കിലും സർവൈവ് ചെയ്യുന്നു പറയുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലേ നമുക്ക് മൗണ്ടനിൽ കയറാനേ പറ്റത്തില്ല. അതിനകത്ത് ബേസിക്കലി ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞാൽ നമ്മൾ കോർ ഫിറ്റ്നസ് ആണ് ഉദ്ദേശിക്കുന്നത്, ബോഡിയുടെ കോർ ഫിറ്റ് ആയിട്ടിരിക്കുക. രണ്ടാമത് ഈ മെന്റൽ ഒരു ടഫ്നെസ്, റെസീലിയൻസ്. മെന്റൽ ടഫ്നെസ് ഇല്ല നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനേ പറ്റത്തില്ല. എവറസ്റ്റിന്റെ ക്യാമ്പ് 1 നിന്ന് ക്യാമ്പ് 2 അനന്തമായിട്ടുള്ള യാത്രയാണ്. അത് ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മൾ 2 മലയുടെ ഇടയ്ക്കൂടെ പോകണം. നമ്മൾ ആ ദിവസം രാവിലെയാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഈ 2 മലയിലും സൂര്യപ്രകാശം അടിച്ചിട്ട് നമ്മൾ എവറസ്റ്റ് തണുപ്പാന്നല്ലേ വിചാരിച്ചത്, അവിടുത്തെ ടെമ്പറേച്ചർ ഹൈ ആവും. നമ്മൾ ഇട്ടേക്കുന്ന ജാക്കറ്റ് നമ്മൾ ഉരുകും, ഈ ജാക്കറ്റ് ഊരാനും പറ്റത്തില്ല, ചില കോർണറിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലും അവിടെ എത്തത്തില്ല. എനിക്ക് വയ്യാതാണല്ലോ നടക്കുന്നത്, ഞാൻ ന്യൂമോണിയ ബാധിച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഓരോ കാലം വെക്കുമ്പോഴും എനിക്ക് പുറകോട്ട് പോകാൻ എളുപ്പം. പക്ഷേ എൻ്റെ മെൻ്റൽ ടഫ്നെസ്സും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആർജിച്ച ഒരു സെൽഫായിട്ടുള്ള സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടറും കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. എൻ്റെ കൂടെ ഉള്ള പുള്ളിക്കാരൻ അത്ര കോടിയൽ ചെറുപ്പമല്ലായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതേ എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിൽ കൂടെ. അപ്പം മെൻ്റൽ എന്താ പറയുക, ഒരു റിസൈലൻസ് ആണ് ബേസിക്കലി എന്നെ എവറസ്റ്റ്. ഓക്കെ, അതേപോലെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടോ ഈ 7 ഓരോ സമ്മിറ്റും കയറുമ്പോൾ, ഓരോ മൗണ്ടൻ കയറി വരുമ്പോൾ ഒരു മൗണ്ടനിയറിന് എന്താണ് ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ്? നമുക്കൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവാറുണ്ട്, ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ട് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഓവറായിട്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക ആ ഒരു ഫീലിംഗ് വരാറില്ല. എവറസ്റ്റ് കയറിയപ്പോൾ പോലും ഞാൻ കീഴടക്കിയതായിട്ട് എനിക്ക് തോന്നാറില്ല. പർവ്വതം അനുവദിച്ചു, ഞാൻ കയറി. കാരണം 2022 എന്ന് പറയുന്നത് ഏറ്റവും നല്ല സീസണായിരുന്നു. 10 വർഷത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റായിരുന്നു 2022. 2024 അത് അത്രയും വേസ്റ്റ് ആയിരുന്നു, ഒത്തിരി ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. ഞാൻ പോയ സമയത്ത് എനിക്ക് അനുവാദം കിട്ടി, ഞാൻ കയറി. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പലപ്പോഴും ഒരു മൗണ്ടനിയറിന് പഠിച്ചെടുക്കും. 100% നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്. എനിക്കിപ്പം ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ പറയാനുള്ളത്, +2 കഴിഞ്ഞിട്ട് കുട്ടികളെ ഡയറക്റ്റായിട്ട് മൗണ്ടനിയറിങ്ങിൻ്റെ കോഴ്സിന് വിടുക. ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് 28 ഡേയ്സിൻ്റെ കോഴ്സാണ്, ഇന്ത്യൻ ആർമിയൊക്കെ നടത്തുന്ന കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ പഴയ കുട്ടിയായിരിക്കത്തില്ല. ഈ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്കില്ല് മുതൽ എല്ലാ സ്കില്ലുകളും ആർജിക്കും. കാരണം ഓരോ ദിവസവും പുതിയ പ്രോബ്ലംസ് അറൈസ് ചെയ്യുക. നമ്മുടെ അസുഖം, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് കേടാവുന്നു, നമുക്ക് ക്ലൈമറ്റിൻ്റെ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളാണ്. ഇത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മുടെ മൈൻഡ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ശരിക്കും ഞാനിങ്ങനെ പറയാറുള്ളത്, ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ദൈവമേ എനിക്ക് പ്രശ്നങ്ങൾ തരല്ലേ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, ദൈവമേ എനിക്ക് പ്രശ്നങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മളാക്കി മാറ്റുന്നത്. അതാണ് ശരിക്കും നമ്മുടെ ഉള്ളിലെ എന്താ പറയുക എന്താ പറയുക കപ്പാസിറ്റി പുറത്തു കൊണ്ടിരുന്നത്. അതെന്തായാലും തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആകും. അത് ഈ കോഴ്സുകളിൽ നിന്നും നിങ്ങളത് പഠിച്ചെടുക്കുന്ന എടുക്കുന്നത് തന്നെയാണ്. ആ കോഴ്സിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാലപാഠങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ മൗണ്ടനിൽ പോയി തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ സാധാരണ ഏതൊരു ജോലിക്കും ആവശ്യമാണ്, ഏതൊരു സക്സസിനും ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൗണ്ടനിയറിംഗിൽ നിങ്ങൾ ഒറ്റയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന പലപ്പോഴും കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ അത്രയും സഹായം ഉണ്ടാവില്ലായിരിക്കാം. ടീം വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമാണ്. മൗണ്ടനിയറിംഗ് ടീം വർക്ക് മാത്രമാണ്. ടീം വർക്കിലാണ് മൊത്തം ഓടുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് 90% ക്ലൈംബ് ചെയ്യാറില്ല. നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ടീമിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ആ ടീമിനെ കൊണ്ടുപോകും. കാരണം ഈ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്താൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഒരു ടീമായിട്ട് പോകും, കുറച്ച് പേര് ഒരു ക്യാമ്പിൽ വെയിറ്റ് ചെയ്യും, അടുത്ത പേര് അടുത്ത ക്യാമ്പിൽ വെയിറ്റ് ചെയ്യും, അങ്ങനെ 2-3 പേരേക്ക് സബ്മിറ്റ് ചെയ്ത് വരുന്നത്. ടീം വർക്കിൻ്റെ ഉത്തമ ഉദാഹരണം മൗണ്ടനിയറിംഗ് ആണ്. ഒരു കാര്യം കൂടെ പറയാം, ഈ എവറസ്റ്റ് ടെൻസിംഗ് നോർഗയും ഹിലാരിയും കൂടെ സബ്മിറ്റ് ചെയ്തല്ലോ 1953 മെയ് 29. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് എംപയറിന് എങ്ങനെയെങ്കിലും ഇവരെ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഫ്രാൻസുകാർ കയറും. ഫസ്റ്റ് ഇവർക്ക് കയറ്റണം. അപ്പോൾ ഇവർ 200 ഷെർപ്പന്മാരെയാണ് ഇവരുടെ കൂടെ വിട്ടത്. 200 ഷെർപ്പാസ് ഉണ്ടായിരുന്നു ഈ ടെൻസിംഗ് നോർഗയുടെയും ഈ ഹിലാരിയുടെയും കൂടെ. അവർ പല സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ മുകളിലെത്തിച്ചത്. ടീം വർക്ക് എന്തായാലും മസ്റ്റാണ്. കാരണം നമുക്ക് നമ്മുടെ കമ്പനി ആണെങ്കിലും എപ്പോഴും ഈ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്കൊക്കെ നിരന്തരം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹെലികോപ്റ്റർ വരണം, ഫുൾ ടീമിൻ്റെ വർക്കാണ്. സ്ട്രെസ് റിഡക്ഷൻ എങ്ങനെയാണ്? സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ പറ്റത്തില്ല. പല സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, 3 ദിവസമൊക്കെ നമ്മൾ ടെൻറ്റിനകത്ത് മാത്രം ഇരിക്കണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അവിടെ നിന്ന് ബുക്കൊന്നും വായിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മുടെ മൈൻഡ് ഈ ഹാലൂസിനേറ്റഡ് സ്റ്റേജിലായിരിക്കും പലപ്പോഴും, ഓക്സിജൻ കുറയുന്നതുകൊണ്ട്. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ മാനസികമായുള്ള പിരിമുറുക്കം ഒക്കെ നമ്മൾ
സെൽഫായിട്ട് തന്നെ എന്താ പറയുക തീർത്താൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു പോസിറ്റിവിറ്റി എപ്പോഴും വേണം. നമുക്ക് നെഗറ്റിവിറ്റി ഏതെങ്കിലും സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ റാപ്പ് ചെയ്ത് തിരിച്ചു താഴാറും. എവറി ടൈം നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. മെൻ്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 ഫാക്ടേഴ്സ് ഇപ്പോൾ ഹസൻ സംസാരിച്ച ഈ 6 ഫാക്ടേഴ്സ് ഒരു മൗണ്ടനിയർ നിലയ്ക്ക് താങ്കൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. ട്രെയിനിങ് കൂടി ക്ലൈംബിംഗ് ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ ഒരു മനുഷ്യനെ നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? ഞാൻ ഈ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് ഇത് ജീവിതമായിട്ട് ഡയറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ ഈ ഫാക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വലിയ വലിയ പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല. അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡ് ഓടും. ഒരു പ്രോബ്ലം കണ്ടു കഴിയുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം. പിന്നെ പ്രകൃതിയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. നേച്ചറിൻ്റെ പാഠശാലയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോൽക്കത്തില്ല. അല്ല, ശരിക്കും അത് ലാസ്റ്റ് 7ാമത്തെ പോയിന്റ് അത് തന്നെയാണ്. പ്രകൃതിയെ ഒരു ടീച്ചറായിട്ട് കാണുകയും അവർ പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ പ്രകൃതി പഠിപ്പിച്ചു തരുന്ന ആ പാഠങ്ങളുമാണ് നിങ്ങളെ ഓരോ തവണയും ഒരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒരു മെച്യൂർ ആക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഡെനാലിൽ ഞാൻ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരുടെ കാൽപാദങ്ങൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. ചില സമയത്ത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വരും. അത് മഞ്ഞിൻ്റെ കട്ടകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ പോയ ആൾക്കാരുടെ പാദങ്ങൾ ഇങ്ങനെ തുടച്ച് കളയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ ഒരു വിലയില്ല, മനുഷ്യൻ്റെ കാൽപാദങ്ങൾക്കും വിലയില്ല, ഒന്നിനൊരു വിലയില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഒറ്റ നിമിഷം കൊണ്ട് മൊത്തം റൂട്ട് ചേഞ്ച് ചെയ്ത് കളയും നേച്ചർ. ഈ ഇതേപോലെ തന്നെ നേച്ചറിനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ കുറേ ആക്ടിവിറ്റീസിലും ഹസൻ പങ്കാളിയായിട്ടില്ലേ? എവറസ്റ്റിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടും അത്തരം കാര്യങ്ങളുണ്ടെന്ന് പറയാമോ? കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉള്ളത് എവറസ്റ്റിലാണെന്ന് തമാശന് ആൾക്കാർ പറയും. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ളതും അവിടെ തന്നെയാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സിലും നിങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ഒരു വോളണ്ടിയറിസം എന്ന് പറയുന്ന ആ ടേമിനെ കുറിച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എവറസ്റ്റ് ഞാൻ പോയ എക്സ്പെഡീഷൻ്റെ പേര് എവറസ്റ്റ് എക്കോ എക്സ്പെഡീഷൻ എന്നായിരുന്നു. അപ്പോൾ എവറസ്റ്റിൻ്റെ ഹൈ ക്യാമ്പ്, ഈ ക്യാമ്പ് 4 ഈ വലിയ ഞാൻ പോയത് അറൗണ്ട് 40 lakhs 45 lakhs സ്പെൻഡ് ചെയ്തിട്ടാണ്. 3 കോടി രൂപ വരെ കൊടുത്ത് എക്സ്പെഡീഷൻസിൽ പോകുന്നവരുണ്ട്. ഹൈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ ക്യാമ്പ് 4 അവർ താമസിച്ചിട്ട് ടെൻറ്റ് ഉപേക്ഷിച്ചിട്ടിങ്ങ് വരും. അവരുടെ ബാക്കി ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവർ വരും. അവർക്ക് പ്രശ്നമില്ല. നമ്മൾ സാധാരണ ഒരു ടീംസാണ് ഇതിൽ എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ടൺസ് ഓഫ് വേസ്റ്റ് ഈ ക്യാമ്പ് 4 7,800 മീറ്ററിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അറൗണ്ട് ഒരാളൊരു 10 കിലോസ് വെച്ചിട്ട് 100 കിലോ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അറൗണ്ട് 100 kgs ഞങ്ങൾ ക്യാമ്പ് 4 കളക്ട് ചെയ്ത് വയ്യാതിരുന്നിട്ട് പോലും ഞങ്ങൾ ബേസ് ക്യാമ്പിൽ കൊണ്ടുവന്ന് കാഠ്മണ്ഡുവിൽ എത്തിച്ചു. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെയും നേപ്പാൾ ആർമിയുടെയും എക്സ്പെഡീഷൻ പോകുമ്പോൾ അവർ ഈ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് വരാറുണ്ട്. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു ടീമിനെ വിട്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വരണം. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ട്. നാട്ടിലും ക്ലീനിങ്, പ്ലാസ്റ്റിക് വേസ്റ്റിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ ക്ലീനിങ് പ്രോസസ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മുഖത്തിൽ സൂചിപ്പിച്ച ആ മറ്റുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ? ആ സോഷ്യൽ ചേഞ്ച് മേക്കർ എന്നുള്ള ആക്ടിവിറ്റീസ്. ബേസിക്കലി എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഈ ആശുപത്രികളുടെ എണ്ണം കൂടി വരികയാണല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ പോയി പൈസ കൊടുത്തിട്ട് നമ്മൾ യുവത്വം നേടാൻ നമ്മൾ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റും. ബേസിക്കലി നിങ്ങൾ എന്തുകൊണ്ട് അസുഖം വരാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അസുഖം വരാതിരിക്കുന്ന ഒരവസ്ഥയല്ലേ ഏറ്റവും മനോഹരം. അത് സൊസൈറ്റിക്ക് ഇഷ്ടമല്ല. സൊസൈറ്റിയുടെ പ്രത്യേകത നിങ്ങൾ പൈസ കൊണ്ട് ആശുപത്രി കൊടുക്കണം, മരുന്ന് കടയിൽ നിന്ന് മരുന്ന് മേടിക്കണം. നിങ്ങളെ ഇതിനെ ഭാഗമാക്കും. നിങ്ങൾ ഒരിക്കലും മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ മരുന്ന് കഴിക്കാതെ എങ്ങനെ ജീവിപ്പിക്കാം? ബേസിക്കലി ഫോറസ്റ്റ് വാക്ക്, ട്രക്കിങ്ങുകൾ, ഇതൊക്കെ ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. നിങ്ങൾ 4-5 മണിക്കൂർ കാട്ടിൽ കൂടെ നടക്കുമ്പോണ്ടല്ലോ, അഗസ്ത്യാർകൂടം പോയവർക്കറിയാം. നിങ്ങൾ 3 ദിവസം എടുക്കും അഗസ്ത്യാർകൂടം പോകാൻ. 3 ദിവസം നമ്മൾ അഗസ്ത്യാർകൂടത്തിലെ ആ ഒരു എന്താ പറയുക മെഡിസിനൽ എയറാണ് നമ്മൾ ശ്വസിക്കുന്നത്. അവിടുത്തെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. നമ്മുടെ ശരീരം ശരിക്കും വെള്ളവും വായുവാണല്ലോ നമ്മൾ. അങ്ങനെ നമ്മൾ തന്നെ ഒന്ന് റിഫ്രഷ് ആയിട്ട് വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ യാത്ര ചെയ്യാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അവരെ നമ്മൾ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ എത്തിക്കാൻ പറ്റുന്നതൊക്കെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് കൊണ്ടുവരാറുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഫണ്ട് വേണം, പിന്നെ ഇവരെ കൊണ്ട് ഒരുപാട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ് ചെയ്യാറുണ്ട്. ഇതിൽ ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഹസനോട് എനിക്ക് ചോദിക്കുന്ന ഈ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് ഈ ആക്ടിവിറ്റീസ് നടത്തുന്നു, മൗണ്ടനിയറിങ് നടക്കുന്നു, ഇങ്ങനൊരു സദസ്സുണ്ട് ഇവിടെ. ഈ ഫണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ എല്ലാവരോടായിട്ട് തന്നെ പറയുന്നതാണ്, ഹസൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ലീവിലാണ്. ആദ്യത്തെ എക്സ്പെഡിഷൻ എങ്ങനെ നടന്നു എന്ന് നമുക്കറിയാം. ഈ ഫണ്ടിങ്ങിനെ കുറിച്ചൊന്ന് പറയാം ഈ സദസ്സിനോട്.
ആർക്കറിയാം ഇവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നത് പോകണമെന്ന് പറയാൻ പറ്റും. മൗണ്ടനറിങ് ഇച്ചിരി എന്താ പറയുക പൈസ ആവശ്യമുള്ള ഒരു സ്പോട്ടാണ്. പിന്നെ ഈ കേരളത്തിൽ അത്ര പ്രചരണം കിട്ടാത്തൊരു സ്പോട്ടാണ്. ഇപ്പോൾ എവറസ്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വന്നാൽ ഗുജറാത്ത് ഗവൺമെൻറ് അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കും. അത് അവരുടെ റിട്ടേൺ ആണ്. ഇപ്പോൾ നമുക്ക് എവറസ്റ്റ് ഈ പ്രാവശ്യം ക്ലൈം ചെയ്യാൻ വേണ്ടി 3 മലയാളി വനിതകൾ പോകുന്നുണ്ട്. ഒരാൾ ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ജയ, 2 പേര് ബാംഗ്ലൂർ ബേസ്ഡ്. 3 പെൺകുട്ടികൾ ഈ പ്രാവശ്യം 2025 മലയാളികൾ എവറസ്റ്റ് ക്ലൈം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ജയയാണ്, ഗുജറാത്തുകാരി, പുള്ളിക്കാരിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റുകളും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് മാത്രമേ ഇതിനൊന്നും ഹെൽപ്പ് ചെയ്യാത്തതായിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ ക്ലൈം ചെയ്തിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഇതുപോലെ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ട് വരുമ്പം നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറായിട്ടുള്ള സ്പോൺസർമാരെ കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ ഉള്ളവരുണ്ടെന്ന് അറിയണം. അതിനുള്ള സാധ്യതകൾ ഈ നാട്ടിൽ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഇന്ത്യയിൽ 150 കോടി ആൾക്കാരുണ്ടായിട്ട് നമുക്ക് ഒളിമ്പിക്സിൽ അവസാനത്തത് 5ാമതല്ലേ വരുന്നത്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയായിരുന്നു ലാസ്റ്റ് പീക്ക് ക്ലൈം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഏകദേശം 2.5 കോടി ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൻ്റെ അത്ര ആൾക്കാർ പോലും ഇല്ല. പക്ഷേ അവർ ഒളിമ്പിക്സിൽ ആദ്യത്തെ 5-ലുണ്ട്. സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ അങ്ങനെയാണ്. അവരുടെ ഹെൽത്ത് അങ്ങനെയാണ്, അവരുടെ ചിന്താഗതി അങ്ങനെയാണ്, അവരുടെ രീതികളെ വേറെ. നമുക്കതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ വെറുതെ കേൾക്കും, കൈയടിക്കും. ഈ പറയുന്ന റോമൻ സർക്കസ് പോലെ നമ്മളെ ഫുട്ബോൾ കളി കാണിക്കും, ക്രിക്കറ്റ് കളി കാണിക്കും. നമ്മളിതിൽ കണ്ടിങ്ങനെ രസിച്ചിരിക്കും. നമ്മൾ ഓരോ നായകന്മാർക്ക് വേണ്ടി കൈയടിക്കും. സ്വന്തമായിട്ട് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ 24 മണിക്കൂറുണ്ട്, 1 മണിക്കൂറിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ബോഡിക്ക് നിങ്ങൾ അത് കൊടുക്കാത്തത്? നിങ്ങളുടെ ബോഡിയോട് ചെയ്യുന്നൊരു അനീതിയില്ലേ? അപ്പോൾ ആൾക്കാർ എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എൻ്റെ സാറേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ പലപ്പോഴും എൻ്റെ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. ദെനാലി ഫണ്ട് ചെയ്ത് ഞാൻ അമേരിക്കക്കാരൻ്റെ കൂടെ രാത്രി കിടന്നെന്ന് പറഞ്ഞില്ലേ, സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രാമ്പ് വന്നിട്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തില്ല. അദ്ദേഹമാണ് എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് മൗണ്ട് ദെനാലി കയറ്റാൻ വേണ്ടി ചിലവാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ സ്പോൺസർമാരെ കുറച്ച് പേരൊക്കെ കിട്ടി. പിന്നെ സ്പോൺസർഷിപ്പ് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് ഈ സ്പോർട്ടിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. മാത്രമല്ല നീ വെറുതെ മല കയറി നടക്കുകയാണ്, എന്തോ കാര്യം ചോദിക്കും, അങ്ങനെ തന്നെ ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യങ്ങളിലാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തരിക, ബാക്കി ഞാൻ സംസാരിച്ച് ഡീൽ ചെയ്തോളാം. കാരണം നമുക്കിപ്പോൾ അറിയത്തില്ല, ഈ ഇരിക്കുന്നവർ തന്നെ കൊക്കക്കോളയുടെ ഹയർ അതോറിറ്റീസുമായിട്ടുള്ള കണക്ഷൻസ് കാണും. അങ്ങനെ പല പല ലോകരാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ആരും ചെറിയ ആൾക്കാരല്ലോ. പറയുന്ന പോലെ മൗണ്ടൻസ് മനുഷ്യന്മാരെ പോലെയാണ്. എല്ലാ മൗണ്ടൻസും വ്യത്യസ്തമാണ്. ലോകത്തിൽ 1000 മൗണ്ടനുണ്ട്, 1000 മൗണ്ടനും വ്യത്യസ്തമാണ്, മനുഷ്യന്മാരെ പോലെ തന്നെ. അപ്പോൾ നമുക്കറിയത്തില്ല മനുഷ്യന്മാരുടെ കപ്പാസിറ്റി എന്താണെന്നും ഉള്ളിൽ എന്താ ഉള്ളത്. മനുഷ്യന്മാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കുട്ടികളോട് പറയാറുള്ളത് അപാരമായിട്ടുള്ള കപ്പാസിറ്റിയാണ്. നമ്മൾ ഞാൻ സാധാരണ പന്തളക്കാരനാണ്, സെക്രട്ടറിയേറ്റിലെ ധനകാര്യ വകുപ്പിൽ ഒരു സാധാ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് 5 വർഷം കൊണ്ട് മൗണ്ട് എവറസ്റ്റ് പോലെയുള്ളൊരു അതിസാഹസികകരമായിട്ടുള്ളൊരു കാര്യം ചെയ്തെടുക്കാമെങ്കിൽ, ഇപ്പോൾ 7 ഭൂഖണ്ഡങ്ങൾ കയറി, എനിക്കിതൊക്കെ പറയാമെങ്കിൽ ആർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? ഈ ഇരിക്കുന്നതിൽ ചെറുപ്പക്കാരും ഇല്ല, എനിക്കറിയാം. ബിലോ 30 ആരും കാണത്തില്ല, എല്ലാവരും രാജ്യം വിട്ടുപോയി. അപ്പം വളരെ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. പ്രായം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ക്രൈറ്റീരിയ ആക്കി വെച്ചിരിക്കുക. പിന്നെ വയസ്സ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ കൂടെ എവറസ്റ്റ് കയറാനുള്ളത് 60 വയസ്സുള്ള ജപ്പാൻകാരാണ്, കെഞ്ചി. ഞാൻ എന്നെക്കാളും വളരെ സ്പീഡിൽ കയറിപ്പോയി, വെരി ഫിറ്റ്. എൻ്റെ കൂടെ മൗണ്ട് വിൻസൺ കയറാൻ വേണ്ടി 70 വയസ്സുള്ള റിച്ചാർഡ് എന്ന് പറയുന്നുള്ളൊരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ക്ലൈംബിങ്ങിന് വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹേർട്ട് സർജറി ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഈ പർവ്വതം കയറാൻ വന്നാൽ 15 ദിവസത്തേക്ക് വിമാനം വരത്തില്ല നമ്മളെ വിളിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അദ്ദേഹം മരിക്കും. ഇതറിഞ്ഞിട്ടും ഈ ആൾക്കാർ ഇതുപോലെയുള്ള ക്ലൈംബ് ചെയ്യാൻ വരുന്നു. പ്രായം ഒന്നിനും ഒരു മാനദണ്ഡമേ അല്ല. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന വഴി ഒരു അമ്മയെ പരിചയപ്പെട്ടു, 75 വയസ്സുണ്ട്. അവർ എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലായിരുന്നു ഫ്ലൈറ്റ്, എനിക്ക് അറിയത്തില്ല അവർ. അപ്പോൾ പുള്ളിക്കാരി 5 മണിക്കൂറുണ്ട് പുള്ളിക്കാരി ലോക രാജ്യങ്ങൾ, എത്രയോ രാജ്യങ്ങൾ പോയി കണ്ട കഥകൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ മൗണ്ടനറാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പോഴാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്, പുള്ളിക്കാരനെ ഹിപ്പ് മാറ്റി വെച്ചതാണ്. മാത്രമല്ല പുള്ളിക്കാരിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല, കൂനിയാണ് നടന്നു പോകുന്നത്. പുള്ളിക്കാരി ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. വെറുതെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ജോലിയെ പഴിചാരിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യാതെ ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ. ഒരു പുസ്തകം വരാനില്ലേ? മാതൃഭൂമി ബുക്ക് എഴുതുന്നുണ്ട്. ശരിക്കും ഈ കായൽ ഇറങ്ങേണ്ടതായിരുന്നു, അപ്പോൾ അത് കുറച്ച് ഡിലേ ആയി. മാതൃഭൂമി ഞാനും ചേർന്നിട്ട് ഉടനെ ഈ സെഷൻ അവസാനിക്കുകയാണ്. ചോദ്യോത്തരത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഈ സെഷൻ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത് അവസാനമായിട്ട്. ജോൺ ബോയർ എന്ന് പറഞ്ഞ സ്കോട്ടിഷ്
മൗണ്ടനിയർ പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഹസനെ സംബന്ധിച്ചോളം കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിതോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ. ദ മൗണ്ടൻസ് ആർ കോളിംഗ് ആൻഡ് ഐ മസ്റ്റ് ഗോ ആൻഡ് ഐ വിൽ വർക്ക് ഓൺ വൈൽ ഐ ക്യാൻ, സ്റ്റഡിങ് ഇൻസെസൻ്റ്ലി. ജോലി ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ സർക്കാരിൻ്റെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഓരോ മൗണ്ടൻ കയറിക്കൊണ്ടേയിരിക്കുന്ന ഓരോ തവണ ഞാൻ ഈ വെല്ലുവിളികളിൽ നിന്നും ഞാൻ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഈ മൗണ്ടൻസ് വിളിച്ചുകൊണ്ടേയിരിക്കും. ഹസൻ പോയിക്കൊണ്ടേയിരിക്കും.